ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 35-ാം വാക്യം ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് വിവരിക്കുകയാണ്. അതിപ്രകാരമാണ്: യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ഈശോ പഠിപ്പിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക, വിടുതൽ കൊടുക്കുക. ദൈവരാജ്യം പ്രസംഗിക്കുന്നു, ദൈവത്തിൽ നിന്ന് വിടുതൽ കൊണ്ടുവന്ന് മക്കൾക്ക് ദാനം നൽകുന്നു. നോക്കിക്കേ, എത്ര കരുണാപൂർവമാണ് ഈ ഈശോ വർത്തിച്ചതെന്ന്. അടുത്തു വന്നവരിലേക്കെല്ലാം കാരുണ്യമൊഴുക്കി എന്താണോ വേണ്ടത് അതെല്ലാം നൽകി. സൗഖ്യത്തിന് സൗഖ്യം, വിടുതലിന് വിടുതൽ, വചനത്തിന് വചനം. അങ്ങനെ പറയുന്ന ഈശോ ഈ വചനത്തിൻ്റെ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് വിളവധികം വേലക്കാരെ ചുരുക്കുന്നുള്ളതാണ്. ക്രിസ്തു പ്രവർത്തിച്ചു, സൗഖ്യമായിട്ട്, സംരക്ഷണമായിട്ട്, വിടുതലായിട്ട് ക്രിസ്തു പ്രവർത്തിച്ചു. പക്ഷെ ഇന്ന് ക്രിസ്തു പ്രവർത്തിക്കണമെങ്കിൽ ആളുകൾ വേണം. നീ ആവശ്യമാണെന്ന് ക്രിസ്തു പറഞ്ഞു വയ്ക്കുക. നീ ആവശ്യമാണെന്ന് നിന്നെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. ഈശോയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് നിന്നെ വിട്ടുകൊടുക്കുക, നിൻ്റെ കുടുംബത്തെ വിട്ടുകൊടുക്കുവാൻ സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പിക്കുക. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, നിന്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഈ ദിവസത്തിനുവേണ്ട കൃപയും നന്മയും എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.